ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇന്ന് വന്നേക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മെയിൻ കാര്യം, നമ്മളൊരു വണ്ടി ഇറക്കി. അത് എൻ്റെ വണ്ടിയല്ല, അതായത് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ ഫണ്ട് തന്ന് ഇറക്കിയ വണ്ടി കാണിച്ചു തരാം. അതിന് മുമ്പൊക്കെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് ഗൈസ്, അതിൽ കുറേ വോയിസ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ട് പിന്നെ കുറേ പേര് ഷോർട്സ് കണ്ടിട്ട് പോകുന്നുണ്ട്. ഷോർട്സ് കണ്ടിട്ട് പോയിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ 1K വ്യൂവേഴ്സ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, കാണിച്ചു തരാം ഗൈസ്. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വണ്ടി കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം പണിത് ഇറക്കിയതാണ് ഗൈസ്. വണ്ടി പണിതിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടിലുണ്ട്, കാണിച്ചു തരട്ടെ? കാണേണ്ടത് നിങ്ങൾക്ക് ഇതാണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഞാനിത് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആ വണ്ടി ഒന്ന് താഴെ ഇട്ടാം. ഈ ഗ്യാരേജൊക്കെ ഇപ്പോൾ ഡീറ്റെയിലിംഗ് ഒന്നുമുണ്ട് ഗൈസ്. ഈ ഗ്യാരേജിൽ നിങ്ങൾ വന്ന് ഏത് വണ്ടി പോയാലും സെറ്റാണ് ഗൈസ്. പിന്നെ അധികം നിങ്ങളെ ഇത് കാണിക്കത്തില്ല. പിന്നെ ഗൈസ്, നമ്മൾ സൈഡ് മിറർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് വണ്ടി, BMW. ഞാൻ ഒരു സ്ഥലത്തെത്തിയിട്ട് എൻ്റെ ഫുൾ റിവ്യൂ കാണിച്ചു തരുമേ. ഒക്കെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ. പിന്നെ നമ്മുടെ M5 ഇല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ, ആൾ പൈസ ഒന്നും പറഞ്ഞില്ല. ഈ ഹെഡ്ലൈറ്റിനും പിന്നെ ഈ അലോയ്സിനും മെയിനായിട്ട്. പിന്നെ കാർബൺ ഫൈബർ, ഈ ഹെഡ്ലൈറ്റ്സ് നോക്ക്. പിന്നെ ഈ ടെയിൽ ലൈറ്റ്സ് ഉണ്ട്. ഈ TMZ തമ്പുരാൻസ് അത് കിടക്കുന്നതാണ് ഗൈസ്. തമ്പുരാൻസ് അത് കിടക്കുന്നതാണ്. എൻ്റെ നമ്പർ പ്ലേറ്റ് ആണത്. ഇതാണ് ഗൈസ് നമ്മുടെ ഗ്രാഫിക്സ് വന്നത്. ഇതാണ്. ഇതിൽ കുറച്ചും കൂടി മാറ്റം വരുത്താറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ബേസിക് കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ചും കൂടി ഇത് വരുത്തിയിട്ട് ഞാൻ കാണിച്ചു തരും ഗൈസ്. ഇങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നാൽ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? ഇങ്ങനെ നിർത്തിയിട്ട് കൊള്ളാമെന്ന് നിങ്ങൾക്ക് വണ്ടി. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. നമ്മൾ മെയിനായിട്ട് വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ വണ്ടി എടുത്ത കാര്യം നിങ്ങളൊന്ന് അറിയിക്കാനാണ്. ചിലപ്പോൾ ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഞാൻ ഫണ്ട് കൊടുത്തെങ്കിൽ അത്രയ്ക്ക് രസമായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ജി വർക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് നല്ല പവർ കയറുന്ന വണ്ടിയാണ്. ഇതിൽ ടർബോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ മെയിൻ കാര്യം. ഇത് ലോഡായതുകൊണ്ട് കാണിച്ചിട്ട് കണ്ട, ഫ്രണ്ട് ബമ്പർ തെളിഞ്ഞിരിക്കുന്നുണ്ട. ഇത് ഞാൻ റിപ്പയർ ചെയ്തിട്ട് കാണിച്ചു.
നമുക്കിപ്പോൾ ഇവിടോട്ട് കയറ്റണം. ഇത് കണ്ടോ ഗൈസ്, ഫ്രണ്ട് ബമ്പർ ഇരിക്കുന്നത് കണ്ടോ. ചെറിയൊരു ഡേട്ടുണ്ട്, ഇങ്ങനെ കയറ്റാൻ ഒക്കത്തില്ല. ഇതാണിപ്പോൾ മുമ്പേ സംഭവിച്ചത്, മനസ്സിലായോ? ഞാൻ ഇനി ഇങ്ങനെ ആദ്യം ടയറിങ്ങനെ പൊന്തിച്ച് സൈഡിലോട്ട് കയറ്റി. അങ്ങനെയാണ് കയറ്റുന്നത്. നമുക്ക് വീട്ടിൽ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഗൈസ്. അതിനാണ് മെയിനായിട്ട് വന്നത്. പക്ഷെ പറ്റുന്നില്ല. ഞാൻ അതൊക്കെ സെറ്റാക്കി ഇട്ടു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് കാണാം. ഞാൻ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സായിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കാണ് ഗൈസ്. നിങ്ങളതൊക്കെ ചെന്നൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് വണ്ടി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും. നമ്മുടെ M5 വന്ന് ഇവിടെ വന്ന് ഇടിച്ചത് ഓർക്കുന്നുണ്ടോ? നമുക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇവിടെയാണ് വന്ന് ഇടിച്ചത്. ഇടിച്ചളായി കിടക്കുന്നുണ്ടോ ഗൈസ്? പോലീസൊക്കെ വന്ന് ഭയങ്കര സീനായിരുന്നു. അതും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഗൈസ്. കണ്ടോ നിങ്ങൾ? ഒരു കാര്യം, ഞാൻ ഗ്രാഫിക്സ് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ. ഓക്കെ, ഗ്രാഫിക്സ് സെറ്റാക്കി. ചെറിയൊരു ലാഗുണ്ട് ഗൈസ്. പിന്നെ പുതിയതായിട്ടൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ബീച്ച് സൈഡിൽ പോകണം. ഇവിടെ കുറച്ച് നോൺസെൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ പുറത്ത് ഏതാണ് പരിപാടി നടക്കുക. അയ്യോ, ചാടിയോ ഇല്ല. നമ്മുടെ ബീച്ച് സൈഡ് ഇടിച്ച് ഗൈസ്. ഞാൻ ഫ്രണ്ട് നോക്കട്ടെ ഗൈസ്. അങ്ങനെ നല്ല പുള്ളിൻ്റെ സ്പീഡാണ് കണ്ടോ. ഇടിച്ചുകൊണ്ട് പിന്നെ ഇടിപ്പിച്ച് തെങ്ങിൽ കൊണ്ട് ഇടിപ്പിക്കാൻ. അത് നമ്മളിനി റിവേഴ്സ് അടുത്ത് കയറ്റുന്നുണ്ട്. പിന്നെ കൊണ്ടും വിട്ടിടിച്ച രക്ഷപ്പെട്ടു. നമ്മൾ പോകുന്ന പോലെയൊക്കെ തന്നെ. ഞാൻ അവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം. ഞാൻ ക്യാമറ സെറ്റ് ചെയ്തോട്ടെ. കണ്ടോ ഫ്രണ്ട് പിടിച്ചോണ്ടില്ല. ഇതെവിടാന്നറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ബ്രിഡ്ജിൻ്റെ താഴെ
ഞാൻ ഇത് കറക്റ്റ് സ്ഥലമാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇടണം. ഒരാൾ കമൻറ്റ് ഇടുക. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടൊക്കെ പോകും. കമൻറ്റ് ഇടില്ല, ലൈക്ക് ചെയ്യില്ല. ഇനി ഇതങ്ങനെ കേട്ടുവന്ന മൂഞ്ചി ഗൈസ്. വണ്ടി കയറുന്നു. ഇറങ്ങി നമുക്കുണ്ടാവടി നമ്മൾ പറപ്പിച്ചിട്ട് ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് അതും കൂടി എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞു ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞു. പുഷപ്പടിക്കാൻ കുറച്ച് പുഷപ്പടി മതി. ഇനി ഹോമിൽ ചെന്നിട്ട് കാണാം. ലോബിയിൽ ഇതാണ്ട് ഗൈസ് നമ്മുടെ വണ്ടി പറഞ്ഞുകൊണ്ടാ സെറ്റല്ലേ. പിന്നെ ഗൈസ് നമ്മുടെ BMW ഇവിടെ കിടപ്പുണ്ട്. ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് കാർ കളക്ഷൻ വേണമെങ്കിൽ പറയാം. വലിയ കാർ കളക്ഷൻ ഒന്നുമില്ല, ഒരു 8 കാറുണ്ട് ഗൈസ്. എനിക്ക് പിന്നെ വലിയ ഫ്രീ കാർസ് ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഇതിലൊരു സിപ്ര ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരു പുള്ളിക്കാണ് ഈ BMW വന്ന്. ആ പുള്ളിക്ക് കൊടുത്തു ഗൈസ്. പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രോഡിൻ്റെ ഒരു റാങ്കുള്ളർ. നമ്മൾ ഓഫ് റോഡൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. ഫുൾ എൻജിനുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചട്ടെ എനിക്ക്. ഇപ്പോൾ ഇതിൽ ഹെഡ്ലൈറ്റിൽ കളറുണ്ടല്ലോ ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോളൂ നിങ്ങൾ, ഇതുണ്ടോ? എൻ്റെ ഹെഡ്ലൈറ്റ് അൺലോക്ക്ഡ് അല്ല, ഇതുണ്ടോ? അപ്പം ഞാൻ ഈ ഒരു നീലിട്ട് കണ്ടോ മാറിയത്. എൻ്റെ ഹെഡ്ലൈറ്റ് അൺലോക്ക്ഡ് അല്ല, പക്ഷെ ഞാനത് ചെയ്തു. ഞാൻ അൺലോക്ക് ചെയ്തു. അതിൻ്റെ ഒരു ബഗ്ഗുണ്ട്. ആ ബഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക, ഞാൻ അതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ അതിൻ്റെ സസ്പെൻഷൻ കിടക്കുന്നുണ്ടാണ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ പിന്നെയും കുറച്ച് വർക്കൊക്കെ ചെയ്യും ഗൈസ്. ആ വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തടിച്ച് പൊട്ടിച്ചേക്ക് നിങ്ങൾ. അതെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ബൈ.